നമസ്കാരം. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് KC പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ ക്രൂരമായി മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ഉന്നത തലത്തിൽ നടന്ന കള്ളക്കളികളുടെ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേസ് ഡയറി തിരുത്താൻ നിർദ്ദേശം നൽകിയ ആഭ്യന്തര വകുപ്പിലെ ആ IPS വമ്പൻ അന്നത്തെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ ആണ് എന്ന സൂചനകളിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പുതിയ കണ്ടെത്തലുകൾ വിരൽ ചൂണ്ടുന്നത്. ഇതോടെ അജിത് കുമാറിനെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കടുത്ത അച്ചടക്ക നടപടികൾക്ക് മുഖ്യമന്ത്രി VD സതീശൻ നേരിട്ട് നിർദ്ദേശം നൽകി എന്നതാണ് റിപ്പോർട്ടുകൾ. മുൻ ഇടത് സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അന്ധമായി സംരക്ഷിക്കാൻ വേണ്ടി ക്രമസമാധാന പാലനത്തിന്റെ തലപ്പത്തിരുന്നവർ തന്നെ നിയമവിരുദ്ധമായി ഫയലുകൾ തിരുത്തി എന്ന വിവരം പുറത്തു വന്നതോടുകൂടി ആഭ്യന്തര വകുപ്പിൽ വൻ മിന്നൽ നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർക്കെതിരെയും നടപടി വരും. പോലീസിൽ പിണറായി വിജയന്റെ അതിവിശ്വസ്തനായിരുന്നു അജിത് കുമാർ. പോലീസുകാർക്കൊപ്പം തന്നെ മുതിർന്ന IPS ഉദ്യോഗസ്ഥനെയും ഈ അന്വേഷണത്തിൽ കുടുക്കാനാണ് നീക്കം. രക്ഷാപ്രവർത്തന കേസിലെ അന്നത്തെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ആലപ്പുഴ DYSP സുനിൽ രാജിനെ തിരുവനന്തപുരത്ത് പേരൂർക്കടയിലുള്ള ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസിലേക്ക് 2 തവണ രഹസ്യമായി വിളിച്ചു വരുത്തിയിരുന്നു എന്ന നിർണായകമായ വിവരമാണ് SITക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ അസ്വാഭാവിക സന്ദർശനങ്ങൾക്ക് ശേഷമാണ് കേസ് ഡയറിയും അന്വേഷണ റിപ്പോർട്ടും പൂർണ്ണമായി മാറിയതും മർദ്ദനത്തിന്റെ വ്യക്തമായ വീഡിയോ പോലീസ് കണ്ടിട്ടില്ല എന്ന കള്ളവാദം ഔദ്യോഗിക റിപ്പോർട്ടിൽ തിരികെ കയറ്റിയതും. ഇത് പ്രത്യേക അന്വേഷണ സംഘം ഉറച്ചു വിശ്വസിക്കുന്നു. കേസിൽ ഏറ്റവും നിർണായകമായ തെളിവാകേണ്ടിയിരുന്ന മർദ്ദന ദൃശ്യങ്ങൾ പൂഴ്ത്താൻ ADGPയുടെ ഓഫീസിൽ വെച്ച് നേരിട്ട് ഗൂഢാലോചന നടത്തിയെന്നതാണ് നിലവിലെ വിലയിരുത്തൽ. എന്നാൽ ആദ്യഘട്ടത്തിൽ തയ്യാറാക്കിയ യഥാർത്ഥ റിപ്പോർട്ടിൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നുവെന്നും മർദ്ദനം ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമല്ല എന്ന് രേഖപ്പെടുത്തിയിരുന്നുവെന്നും SIT റെയ്ഡിലൂടെ കണ്ടെത്തി. നിലവിൽ SP ആയ AP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കേസ് പുനരന്വേഷിക്കുന്നതിന്റെ ഭാഗമായി മുൻപ് കേസ് അന്വേഷിച്ച DYSP സുനിൽ രാജ്, ബന്ധപ്പെട്ട SIമാർ തുടങ്ങിയ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരുടെ വിശദമായ മൊഴികളാണ് ഇതിനകം രേഖപ്പെടുത്തിയത്. ഇവരുടെ മൊഴികളിലും ADGPയുടെ ഓഫീസിൽ നിന്നുമുണ്ടായ കടുത്ത സമ്മർദ്ദങ്ങളെക്കുറിച്ച് വ്യക്തമായ സൂചനകളുണ്ട്. മുൻ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരെ ക്രിമിനൽ നടപടികളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ബോധപൂർവമായ ഇടപെടൽ ഉന്നത പോലീസ് ആസ്ഥാനത്ത് നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നതോടുകൂടി ഈ അട്ടിമറിക്ക് പിന്നിൽ പ്രവർത്തിച്ച IPS വമ്പന്മാരുടെ കൃത്യമായ പങ്ക് തെളിയിക്കാനാണ് SIT ഇപ്പോൾ ശ്രമിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ സഹിതമുള്ള അന്വേഷണ റിപ്പോർട്ട് SIT ആഭ്യന്തര വകുപ്പിന് ഔദ്യോഗികമായി തന്നെ സമർപ്പിക്കും. അതേസമയം സംഭവത്തിൽ പ്രതികളായ 4 ഗൺമാൻമാർക്കെതിരെയും കടുത്ത ക്രിമിനൽ നടപടികളും ഡിസ്മസൽ ഉൾപ്പെടെയുള്ള വകുപ്പ് തല നടപടികളും വരാൻ പോവുകയാണ് എന്നും സൂചനയുണ്ട്. ഗൺമാൻമാരുടെ മർദ്ദനം തികച്ചും ചട്ടവിരുദ്ധവും ക്രിമിനൽ കുറ്റവുമാണ് എന്ന് കണ്ടെത്തിയ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്തിമ റിപ്പോർട്ട് ഉടൻ തന്നെ DGPക്ക് കൈമാറും. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ആവർത്തിച്ച് ശാസ്ത്രീയമായി പരിശോധിച്ചതിന് ശേഷമാണ് ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചത് യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് എന്ന് SIT സ്ഥിരീകരിച്ചത്. ഇതിനു പുറമെ അന്ന് സംഭവത്തിന് തൊട്ടു പിന്നാലെ ഗൺമാൻമാർക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള മുൻ ആലപ്പുഴ SP നൽകിയ രഹസ്യ റിപ്പോർട്ടും അന്നത്തെ ആഭ്യന്തര വകുപ്പ് ഇത് പൂഴ്ത്തിവെച്ചതായും പുതിയ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. മുൻ സർക്കാരിന്റെ കാലത്തെ ഇത്തരം രാഷ്ട്രീയ ഒത്തുകളികളെല്ലാം തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിലൂടെ ആഭ്യന്തര വകുപ്പിൽ വലിയൊരു അഴിച്ചുപണിക്കാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടക്കമിട്ടിരിക്കുന്നത്.